ആളുകളെ പ്ലീസ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ഭരണാധികാരികളുടെയും വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ കർശനമായ തീരുമാനം എടുത്താൽ തന്നെ ജനങ്ങൾ അതിനെതിരാകും, പ്രതിപക്ഷം അതിനെതിരാകും, അല്ലേ? ഇപ്പോൾ ഒരു ചേരി പൊളിച്ചു കളഞ്ഞ അവിടെ പുതിയ നല്ല ഫെസിലിറ്റി ഉള്ളൊരു അപ്പാർട്ട്മെന്റ് സമുച്ചയം ഇവർക്ക് പകരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിനെ പ്രതിരോധിക്കുന്ന ജനമാണ് നമ്മുടേത്, അല്ലേ? അങ്ങനെയല്ലായിരുന്നെങ്കിൽ ബോംബെയിലെ ധാരാവി എന്നേ മനോഹരമായേനെ. സത്യം. അതിന് ഓപ്ഷൻസ് എന്തെല്ലാം പറഞ്ഞതാ. അവിടെ താമസിക്കുന്നവർക്കെല്ലാം അപ്പാർട്ട്മെന്റ്സ് കൊടുക്കാം, അതവരെ എല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പ്രോജക്റ്റുകൾ വന്നു. ഇപ്പം പോലും നമ്മൾ ബോംബെയിലേക്ക് വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ഈ വൃത്തികെട്ട ചേരികളുടെ ആ മുകളിൽ കൂടെ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരു വിദേശിക്ക് ഇന്ത്യയെക്കുറിച്ച് മതിപ്പുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞാനൊരു സംശയമായിട്ട് ചോദിക്കുന്നതാണ്, ധാരാവിൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി ഒരു ആർട്ടിക്കിൾ പോലെ ഇങ്ങനെ വായിച്ചതാണ്, ധാരാവിൻ്റെ അകത്തുള്ള ഒരുപാട് റിച്ച് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ വായിക്കേണ്ടായി. അപ്പം അത് നമ്മുടെ ആ ഒരു മുംബൈയിലെ ആ ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം റിച്ച് ആവാനും ഒരു ഇടത്ത് കുറേ ആളുകൾ ജീവിക്കാനും വൃത്തികേട് അനിവാര്യമായ ഒരു ഘടകമാണോ? അല്ല, ഒരിക്കലും അല്ല. മാലിന്യം അനിവാര്യമായ ഒരു ഘടകമാണോ? അല്ല. മനുഷ്യന് ജീവിത സാഹചര്യങ്ങൾ കക്കൂസ് പോലും ഇല്ലാത്തൊരു സാഹചര്യം വേണമെന്ന് നിർബന്ധമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അതൊക്കെ മാറണമെന്ന് അവിടെ ജീവിക്കുന്നവർക്ക് ആഗ്രഹമല്ലേ? നമുക്ക് ഏത് മോശത്തിലും നന്മയുടെ അംശങ്ങൾ അവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളോ അവിടെ ഉണ്ടാക്കുന്ന തൊഴിലിനെ കുറിച്ചൊക്കെ പറയാം. ഇതൊക്കെ നല്ല സാഹചര്യം കൊടുത്താലും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ആ നല്ല സാഹചര്യത്തിൽ ഇതൊക്കെ തുടർന്നാൽ മതി. ഈ ടാർപോളിൻ വലിച്ചു കെട്ടിയ ഈ ചോർന്നൊലിക്കുന്ന അഴുക്ക് ജലം ഒഴുകുന്ന ഈ ഇടനാഴികളുള്ള മര്യാദക്കൊരു കക്കൂസ് പോലും ഇല്ലാത്ത ഒരു മുറിക്കകത്ത് 8 or 10 ആളുകളെ അടുക്കിയിട പോലെ ഇടുന്ന, ഞാൻ അതിനകത്തൂടെ നടന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാ, സഞ്ചാരം ഞാൻ കാണിച്ചിട്ടുള്ളതാ. നിങ്ങളോ ഞാൻ അവിടെ പോയി താമസിക്കില്ല ഒരു നിവൃത്തികേടില്ലെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മനുഷ്യർ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നു. അതിനകത്ത് ചെറിയ നന്മകളുണ്ടാവാം, അത് എവിടെയുണ്ട്, ഏത് നരകത്തിലുണ്ടാവുമല്ലോ നന്മകൾ. സാർ, ഇപ്പം ധാരാവിന്റെ അകത്താണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെതർ മാനുഫാക്ചറിംഗ്. ഞാനതാ പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾ ജീവിക്കുന്നു. അവരെങ്ങനെയും ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം പണി ചെയ്യുമോ അതെല്ലാം ചെയ്യുന്നു. അപ്പൊ അവർക്ക് പൈസ വരുമ്പോൾ ഒരു മാറ്റം അവർ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണോ? അതാ ഞാൻ പറഞ്ഞത്. പൈസ അവരാഗ്രഹിക്കാത്ത കൊണ്ടല്ല. അവിടുത്തെ ഓരോ കുടുംബമായിട്ട് നമ്മൾ ഇൻഡിവിജ്വലി സംസാരിച്ചാൽ അവരൊക്കെ ഈ സൗകര്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ ഈ സീരിയൽ കാണുമ്പോൾ കാണുന്ന ബംഗ്ലാവുകളിലകത്തെ ജീവിതമാണ് കാണുന്നത്. അവരെന്തുകൊണ്ടാണ് ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നത്? അവർക്ക് പറ്റാത്തൊരു ജീവിതം അവരാഗ്രഹിക്കുന്ന സ്വപ്നം കാണുകയാണത്. അത് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ചില ഗ്രൂപ്പുകളുണ്ട് അവരെ നിയന്ത്രിക്കുന്ന. ആ അധോലോക അല്ലെങ്കിൽ ആ ധാരാവി എന്ന് പറയുന്ന ആ ചേരി പ്രദേശം അങ്ങനെ നിലനിന്നാൽ കച്ചവട സാധ്യതയുള്ള കുറേ ആളുകളുണ്ട്. ഇങ്ങനെ അശരണായ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചില ഇൻഡസ്ട്രികൾ അവിടെ വളരുന്നുണ്ട്. നിസാര കൂലി കൊടുത്താലാവും വന്ന് പണിയും. അയ്യോ, അത് ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ലേതറും മറ്റേതും ഒക്കെ അങ്ങനെ ഉണ്ടായതാ. വളരെ തുച്ഛമായിട്ടുള്ള. അങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വരുന്ന പശ്ചിമ ബംഗാളുകാരന് നല്ല അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ താമസിക്കാൻ തുടങ്ങുന്ന അവന്റെ കൂലിയും മാറില്ലേ? അവൻ ഈ പറഞ്ഞ ഈ ഷെഡുകളിൽ അവർ താമസിക്കുന്ന ഇവിടെ അതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങളിലല്ലേ? അതുകൊണ്ടല്ലേ അവനൊരു മാസം 15,000 രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പം ഈ സൗകര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറരുതെന്ന് ചിന്തിക്കുന്ന സിസ്റ്റമുണ്ട് നഗരങ്ങളിൽ. ചില അധോലോകങ്ങൾ എന്ന് വിളിക്കുന്ന അതിനെയൊക്കെയാണ് നമ്മൾ. അവരെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന പാർട്ടികൾ, രാഷ്ട്രീയം, അല്ലാത്ത സാമ്പത്തിക ശക്തികളൊക്കെ ഉണ്ടെന്ന് എല്ലാ നഗരങ്ങളിലും. നമ്മളതിൻ്റെ ഒരംശം മാത്രം എടുത്തിട്ട് അതിനെ കാണരുത്. ഇനി മേഘാലയ ഞാൻ പോയിട്ടില്ല. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ആസാം വരെ പോയിട്ടുള്ളൂ. ഞാൻ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഇനിയും നിലനിർത്തണമല്ലോ. അതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഞാനങ്ങനെ റിസർവ് ചെയ്തിരിക്കുക. കാരണം എന്താ പ്രശ്നം, എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ ഏത് സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാലും എനിക്കിപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കാരണം അതെല്ലാം ഞാൻ ഓൾമോസ്റ്റ് അന്റാർട്ടിക്ക മുതൽ നോർത്ത് പോൾ വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അലാസ്ക മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ജപ്പാൻ, ചൈന, കൊറിയ. നിങ്ങൾ ഇനി ചില സ്ഥലങ്ങളിൽ ചില രാജ്യങ്ങളിൽ പോയിട്ടില്ലെന്നല്ല, ആ രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ കോപ്പി തന്നെയാണ്. അതുകൊണ്ട് അവിടെ പോകാത്തത്. ഇനി പോകില്ലെന്നല്ല, അവിടെ എന്തെങ്കിലും എന്നെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളുണ്ടെങ്കിൽ പോവും. പക്ഷേ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ ഇനിയും എനിക്ക് പോകാനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന നാടാണ് ഇന്ത്യ. അപ്പോൾ കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പോകും ക്രമേണ. അടുത്ത ഒരു 5-6 വർഷം കൊണ്ട് അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അടുത്ത വർഷം തന്നെ പോയെന്നിരിക്കും. കൊൽക്കത്ത ഞാൻ പോയതാണ്. പക്ഷേ കൊൽക്കത്ത എനിക്ക് ഒട്ടും ഒരു പോസിറ്റീവ് എനർജി തന്ന സിറ്റി അല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മാത്രം ഉണ്ടായൊരു ഫീലാണെന്ന് അറിയത്തില്ല. ഒരു നരച്ച, ഒരു മുഷിഞ്ഞ നിറവും, ഒരു ഇരുണ്ട തെരുവുകളും ഇരുണ്ട കാഴ്ചകളും, ആർക്കും വേണ്ടാതെ ആർക്കോ വേണ്ടി ഓടുന്ന കുറേ ട്രാമുകളും
ഒരു വൃത്തിയുമില്ലാതെ, ഒരു ഭംഗിയില്ലാത്ത, ലോകത്ത് ഇത്രയും വൃത്തികെട്ട ട്രാം എന്ന് പറഞ്ഞൊരു ഗതാഗത സംവിധാനം ലോകത്ത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ചില ജ്വൽസ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ എന്താണ് വിക്ടോറിയ, ഈ ബ്രിട്ടീഷുകാർ പണിത ചില സാധനങ്ങൾ ഇപ്പോഴും അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഹൗറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു അത്ഭുതം. ആ ഹൗറ ബ്രിഡ്ജ് അങ്ങ് ഇറങ്ങി വരുന്നത് പക്ഷേ ഈ ഹൂബ്ലി നദിയുടെ തീരത്തേക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടിയിട്ട പാടം പോലെയാണ് കിടക്കുന്ന നദീതീരം. ചെളി, കറുത്ത കട്ട പിടിച്ച ചെളി. ഇതിനകത്ത് പൂജ അർപ്പിക്കാൻ പൂജാരിമാർ പോകുന്നുണ്ട്. ഈ ചെളിക്കകത്തൂടെ ഇങ്ങനെ നീന്തി 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 പോയിട്ട് അങ്ങേറ്റത്ത് പോയി വെച്ചിട്ട് ആ വെള്ളം കോരി ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ചിന്തകൾ, പുണ്യം, തീർത്ഥം എന്നൊക്കെ പറയുന്നത് ഈ ചെളിവെള്ളമാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് ഇവര് കർമ്മങ്ങൾ ചെയ്യുന്നൊക്കെ കാണുന്ന വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിനകത്ത് എങ്ങനെ ഇവർക്ക് അപ്പൊ സ്ഥിരം ഇതിനകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ അറപ്പില്ലാതാകുന്നതായിരിക്കാം. മുട്ടോളം ചെളിയിലാണ് ഈ നദീ തീരം മുഴുവൻ പല സമയത്തും. അപ്പം എന്നെ ഒട്ടും ഇംപ്രസ് ചെയ്തൊരു നഗരമല്ല കൽക്കട്ട. കൽക്കട്ടയുടെ ചരിത്രം എന്നെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ജീവിച്ച ആളുകൾ എന്നെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് മുതൽ മദർ തെരേസ വരെ, അല്ലെങ്കിൽ ജ്യോതിബാസു മുതൽ ഇവർ വരെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെ ഉള്ള ആളുകളുടെ ഒക്കെ ജീവിതം എനിക്കറിയാം. അവർ ജീവിച്ച തെരുവുകൾ എനിക്കറിയാം. അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ എനിക്കറിയാം. അവിടുത്തെ തെരുവ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു പുരോഗതി നമ്മുടെ കണ്ണിൽ കാണാത്ത, അല്ലെങ്കിൽ പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങളുടെ ഒരു നഗരം എന്ന് ചോദിച്ചാൽ കൽക്കട്ടയല്ലേ. ഞാൻ അംബാസഡറിന്റെ പൂട്ടിപ്പോയ ഫാക്ടറി പോയിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ. ഒരു ശവപ്പറമ്പ് പോലെ കിടക്കുക, പഴയ ഒരു ശ്മശാനം പോലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 70കളിലും 80കളിലും ഒരു അംബാസഡർ കാർ കിട്ടാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുമായിരുന്നു. കൽക്കട്ടയിൽ പോയി അംബാസഡർ കാർ എടുത്തുകൊണ്ട് വന്ന ആളുകൾ മരങ്ങാട്ടുള്ളിയിലുണ്ട്. കാറിന്റെ അതിന്റെ ടേൺ ആകുമ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് ഇവിടം വരെ ഓടിച്ചു വരുന്നവര്. ആ അംബാസഡർ കമ്പനി പൂട്ടി കാട് പിടിച്ച് കിടക്കുന്നത് ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങളുടെ ഒരു നഗരമാണ് കൽക്കട്ട, പൂട്ടിപ്പോയ പ്രത്യയശാസ്ത്രങ്ങളുടെയും. വാരണാസി വൃത്തിയുള്ളൊരു നഗരമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം അത് പ്രധാനമന്ത്രിയുടെ നിയോജകമണ്ഡലമാണെന്നും പിന്നെ അതൊരു തീർത്ഥാടന കേന്ദ്രവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുമ്പം ലോകത്തിന് മുമ്പിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വാരണാസി വേറൊരു ഫിലോസഫിക്കൽ ലെവലിലേക്ക് നമ്മളെ വളർത്തുന്ന ഒരു നഗരമാണ്. അതായത് നമുക്കിവിടെ ചില സിസ്റ്റങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പം എന്താണ്, വാരണാസിക്ക് വേറൊരു ഫിലോസഫിക്കൽ ഒരു തലമുള്ള, അത് കാണാൻ കഴിയുന്ന ഒരാൾക്ക് നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ശാസ്ത്രീയമായിട്ട് ഒരു മൃതദേഹം പോലും ഒരിടത്ത് കണ്ടാൽ, ഒരു നദിയിലൊരു മൃതദേഹം കണ്ടാൽ നമ്മുടെ പോലീസ് അവിടെ ഉണ്ടാവും, അതൊരു അന്വേഷണമാകും, വാർത്തയാകും, അവിടെ പലവിധ കാര്യങ്ങളാകും. ആ മൃതദേഹം ആരുടേതെന്നും എന്തുകൊണ്ട് അവിടെ മൃതദേഹം വന്നു എന്നും കണ്ടുപിടിക്കുന്നിടം വരെ നമ്മൾ ഉറങ്ങില്ല, അല്ലേ? സമൂഹം പോലും അതിൻ്റെ പുറകെ നിൽക്കും. അവിടെ അങ്ങനെയല്ല. നിങ്ങൾ വാരണാസിയിൽ ചെന്നാൽ ചിലപ്പോൾ ഗംഗയിൽ കൂടെ പല മൃതദേഹങ്ങളും ഒഴുകുന്ന കാണാം, ആർക്കും വേണ്ടാതെ.